ക്യൂരിയസ് പ്ലേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് കാരമൽ ബ്രെഡ് പോപ്കോൺ ആണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു 6 സ്ലൈസ് വൈറ്റ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടുന്നത് പഞ്ചസാരയാണ്. പഞ്ചസാര ഇതിപ്പോൾ ഞാൻ ഒരു 5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. മധുരം അനുസരിച്ച് 3 മുതൽ 5 വരെ ചേർക്കാം. പിന്നെ വേണ്ടുന്നത് ഒരു 5 ടേബിൾ സ്പൂൺ പാലാണ്, തണുപ്പ് മാറിയ പാല്. പിന്നെ വേണ്ടുന്നത് ഒരു 4 ടേബിൾ സ്പൂൺ ബട്ടറാണ്. ഇനി നമുക്ക് ആദ്യം ഈ ബ്രെഡ് ഒന്ന് സ്ലൈസ് ആക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ബ്രെഡ് ഒന്ന് സ്ലൈസ് ആക്കി എടുക്കാം. ഒന്നെങ്കിൽ നമുക്ക് കിച്ചൺ സിസേഴ്സ് ഉപയോഗിച്ച് നമുക്കിത് മുറിച്ചെടുക്കാം. ക്യൂബ്സ് ആയിട്ട് മുറിച്ചെടുക്കണം. ഇത് മൂവിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുക നമുക്ക് ഇങ്ങനെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കാൻ പറ്റിയ ഒരു നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല സൂപ്പർ സ്നാക്കാണ്. എളുപ്പം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന എളുപ്പമുള്ളൊരു സ്നാക്സാണ്. അല്ലെങ്കിൽ നമുക്ക് നൈഫ് ഉപയോഗിച്ച് ക്യൂബ്സായിട്ട് മുറിച്ചെടുക്കാം. ഇത് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ മധുരത്തിൻ്റെ അളവ് അധികം മധുരം ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ 3 ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്താൽ മതി. ഒരു മീഡിയം മധുരമാണെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ, നല്ല മധുരം വേണമെങ്കിൽ 5 ടേബിൾ സ്പൂൺ. പിന്നെ ബാക്കി അളവുകളൊന്നും മാറ്റണ്ട. അപ്പം ഞാൻ അതെല്ലാം ക്യൂബ്സായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. പാനും ചൂടാവട്ടെ. ഞാൻ 2ആയിട്ടിട്ടാണ് വറുത്തെടുക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഇളക്കാനൊക്കെ ബുദ്ധിമുട്ടാവും. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ചൊരു ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെച്ച് നല്ല മൊരിയുന്ന വരെ ഒന്ന് നല്ല മൊരിയിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ അടിയിൽ കുറച്ച് ബ്രെഡ് ക്രംസ് കുറച്ച് ഏറെ കരിഞ്ഞത് കാണും. അതൊക്കെ ഒന്ന് മാറ്റണം. എന്നിട്ട് ബാക്കിയുള്ളതൊന്ന് നമുക്ക് വറുത്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. എല്ലാ സൈഡും നന്നായിട്ടൊന്ന് മൊരിയണം. അത് ഞാൻ മൊരിയിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് കാണിച്ചു തരാം. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കാരമൽ സോസ് ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഞാൻ ഷുഗർ പാനിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് എത്ര ടേബിൾ സ്പൂൺ ആണോ അത്ര ടേബിൾ സ്പൂൺ തന്നെ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പം ഞാൻ 5 ടേബിൾ സ്പൂൺ ഷുഗറായി എടുത്തുകൊണ്ട് 5 ടേബിൾ സ്പൂൺ. ഇനി നമുക്കിതൊരു ഗോൾഡൻ ബ്രൗൺ ആകുന്ന വരെ ഈ ഷുഗറൊക്കെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. സൂക്ഷിച്ചോണം, ഇത് എപ്പോൾ വേണമെങ്കിലും ഗോൾഡൻ കളർ ആവാം. ഒരുപാട് കരിഞ്ഞു പോകാൻ പ്രത്യേകം നോക്കണം, കാരണം അല്ലെങ്കിൽ ഒരു കയ്പ്പ് ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കുകയും വേണം. അപ്പോൾ അത് കണ്ടാൽ അറിയാം ചെറിയതായിട്ട് ഗോൾഡൻ കളറായി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ബട്ടർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്കിതിലേക്ക്
പാല് ചേർക്കാം. പാല് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം നമ്മൾ ഇതിൽ നിന്ന് ഇങ്ങനെ പൊട്ടി പൊട്ടി ദേഹത്തോട്ട് തെറിക്കും. അപ്പോൾ അത് മാത്രം ഒന്ന് സൂക്ഷിച്ചാൽ മതി. നമുക്കിതൊരു കാരമലിൻ്റെ കളറാകുമ്പോഴത്തേക്കും വരെ ഒന്ന് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ കാരമൽ മുട്ടായിയുടെയൊക്കെ ഒരു കളറ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു 2 മിനിറ്റ് ഒന്ന് പാനിലിട്ട് ഇതൊന്ന് എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അപ്പം നമ്മുടെ കാരമൽ ബ്രെഡ് പോപ്കോൺ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു ആറാനായിട്ടൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ആറി കഴിയുമ്പോഴത്തേക്ക് നല്ല ക്രിസ്പി ആയിരിക്കും. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യണം, പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ വേണം.